ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നൊരു ചെറിയ സ്റ്റഡി വ്ളോഗ് എടുക്കാറുണ്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇത് സംഭവിച്ചു. പിന്നൊന്നും നോക്കില്ല, വണ്ടി എടുത്തു പറപ്പിച്ചു വിട്ടു. അടുത്തപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നല്ല സ്പോട്ടുണ്ട്. നാച്ചുറലായിട്ട് എന്താ പറയുക, നല്ല കാണാൻ പറ്റിയ സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ പോയിക്കൊണ്ടിരിക്കണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനും എൻ്റെ കസിൻ സാബിത്തുമായിട്ടാണ് ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. പോകുന്ന റോഡ് അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. കരട മുരട വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഗൈസ് മൺറോട്ടിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് എന്തൊക്കെ പറഞ്ഞാലും കാണാൻ നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അടിപൊളി സ്പോട്ടാണ് ഗൈസ്. എൻ്റെ അറിവിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തെ ഞങ്ങൾ വിളിക്കുന്നത് അഗ്രേറ്റ് പാലം എന്നാണ് ഗൈസ്, അല്ലെങ്കിൽ തത്തമംഗൽ ബ്രിഡ്ജ് എന്നും വിളിക്കും. ഇതാണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അടിപൊളി പ്ലേസാണ് ഇത്. ഞങ്ങൾ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാലമൊക്കെ കുറേ വർഷമായത് കാരണം അത്ര ശരിയൊന്നുമില്ല. കണ്ട ഓട്ട അത് ഇതൊക്കെ നല്ല ശരിയല്ല, നോക്കി നടക്കണം. പക്ഷെ പൊളിയാണ് വ്യൂവും എല്ലാം. പാലത്തിലൂടെ പോകാൻ നല്ലൊരു എന്താ പറയുക, അടിപൊളിയായിരുന്നു. ആ പ്രകൃതിൻ്റെ ആ ശബ്ദങ്ങളും ആ പക്ഷികളുടെ ശബ്ദങ്ങളും കാക്കൻ്റെ നൈസ് വൈബായിരുന്നു. ആ ടൈമിങ്ങും ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. പിന്നെ ഇതാ സാബിത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 100-150 മീറ്റർ വരും ഗൈസ് പാലം. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുത്ത് കുറച്ച് നല്ല രസമുണ്ടായിരുന്നു ഈ പാടങ്ങൾ കാണാനും എല്ലാം. പിന്നെ ഇതാ ഗൈസ് കൊക്ക് പറക്കുകയാണ്. ഞങ്ങൾ ക്ലാപ്പ് കൊട്ടിയപ്പോൾ പറഞ്ഞതാണ് ഇത് സ്ലോ മോഷനിൽ പറക്കാൻ. പിന്നെ ഞങ്ങൾ ഒരാളെ കൂടെ പരിചയപ്പെട്ടു. എന്താ നോക്കുന്നത്? പോടാ പോടാ പോടാ. ഇതാ വീണ്ടും നാട്ടുകാരെ ഓടി വരണേ. ആ പട്ടിക്കുട്ടിയെ ശല്യം ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ബാംബു ഫോറസ്റ്റിലോട്ട് പോയി. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആയിരുന്നു. 4 സൈഡും ആ കാടും ബാംബു ഫോറസ്റ്റും നോർമൽ ട്രീസും എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. ആ സൈറ്റ് ഓഫ് വ്യൂ ഒക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ രാവിലെ ആയിരുന്നു പോയത്. ഞാൻ ആലോചിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇപ്പോൾ നിങ്ങളും വെക്കേഷനല്ലേ നിങ്ങൾക്കും, ഇപ്പോൾ നിങ്ങളും ഇങ്ങനെ വല്ല ട്രീസോ ഫോറസ്റ്റ് ഏരിയയോ വല്ല ഉണ്ടെങ്കിൽ പോയിക്കോളൂ ഗൈസ്. അടിപൊളി ഫീലിംഗ്. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരാളെ കൂടെ വിളിക്കുന്നത് സേഫ്റ്റി ആയിരിക്കും. കാരണം ഇങ്ങനത്തെ സ്ഥലത്തിൽ പാമ്പോ പോലെ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ടില്ലേ സ്ഥലം, ഡേഞ്ചറാണ്, ബട്ട് കാണാൻ നല്ല രസമുണ്ട്. ഒരാളുടെ സേഫ്റ്റിക്ക് ഉണ്ടെങ്കിൽ പോവാം ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ. പിന്നെ ഈ സ്ഥലത്തിലൊന്നും ഒരു മനുഷ്യന്മാരനും കണ്ടില്ല. ഞങ്ങൾ ഒരു മയിലും കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ് ആട്ടോ ഗൈസ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഒരു സ്ഥലത്തിനും വീടില്ല, അടുത്തും മൊത്തം കാടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു ഗൈസ്. സാബിത്ത് വണ്ടി എടുത്തു. ഞാൻ വണ്ടി കയറിയിരുന്നു. വീണ്ടും വന്ന വഴിക്കൂടെ കരട മുരട വഴിക്കൂടെ പോകുകയാണ് ഗൈസ്. തലേ ദിവസം മഴ പെയ്ത കാരണം റോഡ് മൊത്തം വെള്ളമായിരുന്നു ഗൈസ്. ആ വെള്ളത്തിലൂടെയൊക്കെ ഞങ്ങൾ പാഞ്ഞു പോവുകയായിരുന്നു. കുന്ന് കയറി മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു മുത്തശ്ശനെ കണ്ടു. ആ മുത്തശ്ശൻ്റെ ആട്ടുകുട്ടികളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, വില്ലേജ് വ്യൂസ്. പിന്നെ ഒരു കാര്യം നടന്നു ഗൈസ്. വരുന്ന വഴിയിൽ ഞങ്ങളുടെ പെട്രോൾ വരുന്നു വണ്ടിയിൽ. സാബിത്ത് വണ്ടി തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊന്നും പെട്രോൾ പമ്പില്ല. 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെയാണ്. സോ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തും പറഞ്ഞിട്ട് വണ്ടി തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ അടുത്ത ഒരു ഇറക്കുണ്ടായിരുന്നു ഗൈസ്. ആ ഇറക്കത്തെ ഞാൻ കയറി വണ്ടിയിൽ. എന്നിട്ട് ഞാനും അവനും ഇറക്കത്തിൽ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിത്തൗട്ട് പെട്രോൾ പൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഹാപ്പി ടു ഹിയർ. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ പെട്രോൾ പമ്പ് എത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങളുടെ സാറ്റിസ്ഫിക്കേഷൻ ലെവൽ ഒന്നും പറയേണ്ടത് തന്നെയായിരുന്നു പെട്രോൾ പമ്പ് എത്തിയ ശേഷം. ഇത് ഗൈസ് സാബിത്ത് അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ പമ്പിലെ 2 ചേച്ചിമാർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു ചേച്ചി ഫോർ സപ്പോർട്ടിങ് മൈ യൂട്യൂബ് ചാനൽ. പിന്നെന്താ, വണ്ടിയിൽ അങ്ങനെ പെട്രോൾ അടിച്ചു ഞങ്ങൾ 50 രൂപ നല്ല ആവശ്യമായി. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ബൈ.